ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇതൊരു നൊസ്റ്റാൾജിക് ഫീലിങ്ങിലിരിക്കുന്ന ഒന്നാണ്. പാസ്റ്റിലത്തെ നല്ല നല്ല ഓർമ്മകളിലിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും സന്തോഷിച്ചിരുന്ന, നിങ്ങളേറ്റവും നിങ്ങളായിട്ടിരുന്ന ആ ഓർമ്മകളിൽ ഇരിക്കുന്നു എന്നാണ്. ആരെയൊക്കെയോ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു നാളിനെക്കുറിച്ച് ഓർക്കുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജനിച്ച വളർന്ന നാട്ടിലേക്ക് പോകുന്നതായിരിക്കാം. അവിടെ ചെന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൂടെ വീണ്ടും കടന്നു പോകുന്നതാകാൻ സാധ്യതയുണ്ടെന്നാണ് 6 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. പഴയ നാട്ടിൽ അല്ലെങ്കിൽ നേരത്തെ ജീവിച്ച നാട്ടിൽ പോകുക, അവിടുത്തെ ആളുകളെ കാണുക, അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇടപെടുക, അല്ലെങ്കിൽ പഴയ കൂട്ടുകാരെ കാണുക, പഴയ ഇടങ്ങളിലൊക്കെ തിരിച്ചു പോകുക എന്നുള്ളതാണ് ഈ 6 ഓഫ് കപ്സ് പറയുന്നത്. കാർഡ് എത്ര കറക്റ്റാണല്ലേ. ഞാൻ നാളെ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. നൊസ്റ്റാൾജിക് ഫീലിങ്ങിൽ ഇരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ദെൻ 3 ഓഫ് കപ്സ് ആണ്. സെലിബ്രേഷനാണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കാർഡാണ് 3 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. മേ ബി നിങ്ങളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഒരു ഗെറ്റ് ടുഗദറോ ഒരു റീയൂണിയനോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഒന്നിലധികം ആളുകൾ ഇതുപോലെ പഴയ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നതോ ആകാൻ സാധ്യതയുണ്ട്. ഇത് ഫ്രണ്ട്ഷിപ്പിൻ്റെയും അതുപോലെ തന്നെ സെലിബ്രേഷൻ്റെയും കാർഡാണ്. ഓക്കെ, 3 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ദെൻ 9 ഓഫ് വാൺസ്, എന്തോ ഒരു ഭയം അലട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട്. മേ ബി ഈ പറഞ്ഞ സെലിബ്രേഷൻസിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരെ കൂട്ടുകൂടുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് വല്ലാത്തൊരു ഭയം, മേ ബി ഇവരെയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഭയമായിരിക്കാം. ചിലപ്പോൾ പാസ്റ്റിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട്. ഈ ചിലപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ എനർജിയും സമയവും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് ചതിയൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ, ഫ്രണ്ട്ഷിപ്പിലൊക്കെയാണ് കേട്ടോ, അങ്ങനെയൊക്കെ ചതി കിട്ടിയിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് ഒരു പേടി കാണും. ഇനി പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് വരുമ്പോൾ, ഇനി പുതിയൊരു ആളുകളിലേക്ക് എത്തുമ്പോൾ അവർ പഴയതുപോലുള്ള അനുഭവങ്ങൾ ആവർത്തിക്കുമോ എന്നുള്ളൊരു പേടി കാണും. അല്ലെങ്കിൽ ആ ആളുകൾ നമ്മളെ ചതിച്ചതുപോലെ ഇനിയും വരുന്ന ആളുകളെ ചതിക്കുമോ എന്നുള്ളൊരു പേടി കാണും. അത് ഈ 9 ഓഫ് വാൺസ് അതാണ്. സെലിബ്രേഷൻസിൽ പങ്കെടുക്കുമ്പോൾ സന്തോഷിക്കുമ്പോൾ അയ്യോ ഞാൻ ഒത്തിരി ചിരിച്ചാൽ കരയേണ്ടി വരുമോ എന്നൊരു പേടി, പണം വരുമ്പോൾ ദൈവമേ പണം വന്നാൽ അത് നഷ്ടമാകുമോ എന്നുള്ള പേടി, അങ്ങനെയുള്ള പേടികൾ പോലാണ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിലേക്ക് നോക്കി ദുഃഖിച്ചിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ പേടിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള സെലിബ്രേഷൻസിൽ പങ്കെടുക്കാൻ ഭയമുള്ളതുപോലെ, ഒരുതരം എന്തോ അകാരണമായ ഭയം ഇന്ന് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് 9 ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? മേ ബി ഇതാണ്, നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പേടിയാണ്. ഈ സന്തോഷിക്കുമ്പോൾ ദുഃഖിക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി, ചിരിക്കുമ്പോൾ ഒത്തിരി ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്ന ആ ഒരു പേടി, ആ പേടിയിൽ നിങ്ങളിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അതാണ് ഈ 9 ഓഫ് വാൺസ് പറയുന്നത്. അകാരണമായ ഭയം എന്നാണ്, അകാരണമായ ഭയം. ദെൻ 2 ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള ഒരു പാരിതോഷികം, ഒരു റിവാർഡ് കിട്ടുക. നിങ്ങൾ എത്ര എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇതൊരു യൂണിയൻ്റെ കാർഡാണ്, ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. യൂണിയൻ, പരസ്പരം സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ആളുകൾ പരസ്പരം കണ്ടുമുട്ടുക, കൂട്ടുകൂടുക, ഇതൊക്കെയാണ് 2 ഓഫ് കപ്സ് പറയുന്നത്. ഇനി ശരിക്കും റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്ക് ഒരു റീയൂണിയനാണ് ഈ 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇതൊരു സോൾമേറ്റ് കാർഡാണ്. അതുകൊണ്ട് തന്നെ സോൾമേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സോൾമേറ്റ് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളായിരിക്കാം, നിങ്ങൾ സെപ്പറേഷനിൽ നിൽക്കുമ്പോൾ ആ ആളായിരിക്കാം, അതല്ലാത്ത ആരെങ്കിലും ആകാം. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, ആരെങ്കിലും. ഇനി അതൊന്നുമല്ല, നിങ്ങളിപ്പോൾ ഇന്ന് നിങ്ങൾ പോയി ഒരു ഓഫീസിൽ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ പോലും നിങ്ങൾക്കൊരു പഴയ സോൾമേറ്റിനെ കണ്ടെത്താനായിട്ട് സാധിച്ചെന്ന് വരാം. അപ്പോൾ ഇന്നൊരു സോൾമേറ്റ് എൻട്രി ഉണ്ടെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു പഴയ സോൾമേറ്റിനെ നിങ്ങളിന്ന് കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ഹീറോഫിൻ്റെ കാർഡാണ്. ഇതൊരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങളെന്ന് ഇടപെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിയമപരമായിട്ടുള്ള ഒരു ലീഡിങ് ഫാക്ടേഴ്സിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്.
ചിലപ്പോൾ നിങ്ങൾ പൈസ അടയ്ക്കുന്നത് കൃത്യമായിട്ട് അത് ഇപ്പം നമ്മളൊരു പെറ്റി അടിച്ചു, അതിൻ്റെ പൈസ നമ്മൾ അടയ്ക്കുന്നു, അത് നമ്മൾ ശരിയായിട്ടുള്ള ചെല്ലാൻ നമ്പറിലല്ല അടച്ചെങ്കിൽ അത് നമുക്ക് ഒരു ലോസാണ്. മാത്രമല്ല നമ്മളപ്പോഴും ആ ഒരു കേസിൻ്റെ ഇതിൽ തന്നെ നമ്മൾ നിൽക്കേണ്ടി വരും. കാരണം നമ്മളതിൽ നിന്ന് ഒഴിവായിട്ടില്ല, നമ്മൾ അടച്ച പണം അതിൽ ചെന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സിസ്റ്റൻസ് നിയമപരമായിട്ട് വീണ്ടും നമ്മൾ നിയമത്തെ ഭയപ്പെടേണ്ട ഒരു അവസ്ഥ ഇന്ന് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഹീറോഫിൻ്റെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒരു സ്പിരിച്വൽ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാൾ, അത് സ്പിരിച്വലി മാത്രമല്ല, മേ ബി രാഷ്ട്രീയക്കാരാവാം, അല്ലെങ്കിൽ സാമുദായികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആളായിരിക്കാം. അങ്ങനെ അതായത് ഒരു നോർമൽ പേഴ്സണൽ ലൈഫിനേക്കാൾ കുറച്ചും കൂടെ എലൈറ്റഡ് പേഴ്സൺസ് ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങളൊന്ന് മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കണ്ട് അവരിൽ നിന്നൊരു ഉപദേശം തേടുകയോ മേ ബി ഒരു ഗൈഡൻസ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരെ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി അതൊരു സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഹീറോഫിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ തന്നെ ഈ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ കിങ് ഓഫ് സോർഡ്സ് ആണ്. ഇത് ഏതെങ്കിലും ഒരു അധികാരിയുടെ മുമ്പിലേക്ക് നിങ്ങൾ ചിലപ്പോൾ ഇന്ന് പോകേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു അധികാരസ്ഥാനത്തുള്ള ആളുകളുടെ ഒരു മേഴ്സി, അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്കിന്ന് ചെയ്ത് കിട്ടേണ്ടതായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ ഒരു അധികാരം ഉള്ള ഒരാളായിരിക്കും. ചിലപ്പോൾ അവരുടെ ഈഗോ അവർ കാണിക്കാം, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. അവരുടെ ഈഗോ നമ്മുടെ ഈഗോയെ ഹേർട്ട് ചെയ്യാതിരുന്നാൽ മാത്രം മതി. നമ്മൾ അവരെന്തെങ്കിലും പറഞ്ഞാൽ ഒഫൻഡ് ചെയ്യാനും പോകേണ്ട ആവശ്യം ഇല്ല. അത് അവരുടെ ഈഗോ ആണെന്ന് കരുതി വിട്ട് കളഞ്ഞേക്കുക. നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോയാലും അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ സാഹചര്യങ്ങളുണ്ടായാൽ വിട്ട് കളഞ്ഞേക്കുക. പിന്നെ ഇന്ന് ഒരു നമ്മുടെ ഇമോഷണലി അല്ലാതെ നമ്മുടെ തലച്ചോറ് വെച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസമാണ്. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലെങ്കിലും ചെയ്യുക, അതൊക്കെ നമ്മൾ ഇമോഷണലി കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരാവശ്യമില്ലാതെ ചില ആളുകൾക്ക് പൈസ കൊടുത്ത് സഹായിക്കും, ഒരാവശ്യമില്ലാതെ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. നമുക്ക് പോകണ്ടാത്ത ദൂരത്തോളം നമ്മൾ വണ്ടി ഓടിച്ച് ചില ആളുകളെ കൊണ്ടുവിടും. പക്ഷെ അതൊക്കെ ഇമോഷണലി നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ്. പക്ഷെ അങ്ങനെയൊന്നും ഒരു കാര്യം ഇന്നേ ദിവസം ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമ്മുടെ കാര്യം നോക്കി നിൽക്കുക. മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സ്വാർത്ഥതകളെ വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യം ഇല്ല. ഇന്ന് ഇമോഷണലി അല്ല, നമ്മൾ ഇൻ്റലക്ച്വലി നമ്മളിന്ന് തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് കാണുന്നത്. അതാണ് കിങ് ഓഫ് സോർഡ് പറയുന്നത്. വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കുക. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അൺബയസ്ഡ് ആയിരിക്കുക, ആരുടെയും പക്ഷം പിടിക്കാൻ പാടില്ല. കോൺഫ്ലിക്റ്റ് ഉണ്ടാകാവുന്ന ഇടങ്ങളിൽ നിന്ന് മാക്സിമം ഇന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ദെൻ ഏസ് ഓഫ് കപ്സ് ആണ്. ഒരു പുതിയ ലവ് വരാൻ സാധ്യതയുണ്ട്, ഒരു പുതിയ സ്നേഹം, ഒരു പുതിയ പ്രതീക്ഷ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് ഒരു വളരെ ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ പഴയ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ആളുകൾക്ക് നിങ്ങളോടൊരു പ്രത്യേക സ്നേഹം തോന്നുകയും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതും ആകാൻ സാധ്യതയുണ്ട്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. ഇവിടെ 2 ഓഫ് കപ്സും ഒരു റീയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ ഇവിടെ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം ഒരു പുതിയ ലവ് അല്ലെങ്കിൽ ഒരു പുതിയ പേഴ്സൺ നിങ്ങളിലേക്ക് എൻ്റർ ചെയ്യാൻ സാധ്യതയുള്ളതായിട്ടും കാണുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഇതൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളോട് ഇമോഷണലി മാത്രമല്ല, വളരെ സ്പിരിച്വലി കൂടി നിങ്ങളുടെ ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ അനുസരിച്ചുള്ള വൈബ്രേഷൻ, ആ ഒരു നിങ്ങളുടെ സെയിം വൈബിൽ പെട്ട ഒരു ആളാവാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെയുള്ളൊരു പുതിയ റിലേഷൻഷിപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദെൻ മൂൺ എനർജി ഉണ്ട്. മൂണെന്ന് പറയുമ്പോൾ ഒരു പേടി, ഒരു ഭയം. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എന്താകുമെന്ന് ഓർത്തുള്ള ഒരു ഭയമായിരിക്കാം. അല്ലെങ്കിൽ ഇതിന് ഡ്യുവാലിറ്റീസ് ഉണ്ടായിരിക്കാം. ചിലപ്പം നമ്മൾ പുറമേ കാണുന്ന ഒരു കാര്യമല്ലാതെ അതിൻ്റെ ഉള്ളിൽ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡ്രൈവ് ചെയ്തൊരിടത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്ത് വരെ പോവുക എന്നത് ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. നമ്മൾ ഈ വടന്ന് അത്ര ദൂരം വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ആ റിസ്ക് ഫാക്ടറിനെ കുറിച്ചുള്ള പേടിയായിരിക്കാം മേ ബി നിങ്ങൾക്ക് ഉള്ളിനുള്ളിൽ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ചെയ്യുന്നു എന്നതൊരു സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇടയ്ക്കുള്ള റിസ്ക് ഫാക്ടർ നിങ്ങളെ പേടിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതൊരു പേടിയുടെ കാർഡാണ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയമുണ്ട്. ഇതിവിടെ 9 ഓഫ് വാണ്ടിനകത്തും സെയിം കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം, അകാരണമായ ഭയമുണ്ടെന്ന് കാണുന്നുണ്ട്. സന്തോഷിക്കുമ്പോൾ തന്നെ സന്തോഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം. ഇവിടെ ഈ മൂൺ എനർജി എന്ന് പറയുന്നത് എയ്തർ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അവർ പോയി മറ്റുള്ളവരോട് പറയുമോ എന്നുള്ളൊരു ഭയമായിരിക്കും. അതായത്
പുറമേ കാണുന്ന മുഖമല്ലാതെ മറ്റൊരു മുഖമുള്ള ആളുകൾ, മറ്റ് ഡ്യുവൽ പേഴ്സണാലിറ്റീസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഭയപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരിൽ എത്തുമോ എന്നുള്ളൊരു ഭയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരാളെ കാണുന്നതല്ലാതെ അവർക്കുള്ളിനുള്ളിൽ മറ്റൊരു മുഖമുണ്ടോ എന്നുള്ളൊരു ഭയമായിരിക്കാം. ഡ്യുവൽ പേഴ്സണാലിറ്റിയെ ഭയപ്പെടുന്നതാണ് ഈ മൂൺ കാർഡ് പറയുന്നത്. അതുപോലെ ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി തോന്നാൻ സാധ്യതയുണ്ട്. അതായത് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, അങ്ങനെയുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് മൂൺ എനർജി പറയുന്നത്. ഒരുതരം ഒരു മൂഡ് സ്വിങ്സ്, ഒരു ഇല്യൂഷൻ്റെ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുപോലെ ഇന്ന് ഭയങ്കരമായിട്ട് നമ്മുടെ ഗട്ട് ഫീലിങ്സ് നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുക, ഇൻറ്റ്യൂഷൻസ് വർക്ക് ചെയ്യുക. നമ്മളൊരു കാര്യം സംഭവിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അത് സംഭവിക്കും എന്നൊരു തോന്നൽ നമുക്ക് ഉള്ളിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് നമുക്കുള്ളിൽ നിന്ന് തന്നെ ഒരു പറച്ചിലിങ്ങനെ കേൾക്കാം. പോകണമെങ്കിൽ പൊക്കോ, അല്ലെങ്കിൽ യെസ് ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ എന്നൊരു വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കേൾക്കാം. നമ്മളത് എന്ത് ഇൻറ്റ്യൂഷനാണോ വരുന്നതിനെ ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യണം. ഓക്കെ, ദെൻ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എന്നാൽ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഫിനാൻഷ്യൽ ലോസിൻ്റെയാണ്. അപ്പോൾ പണം നഷ്ടപ്പെടുക മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കടബാധ്യത കൂടുന്നതാവാം. അതായത് ഫിനാൻഷ്യൽ ലോസ് ആണ്. അതുപോലെ പണമില്ല എന്നുള്ളൊരു തോന്നലാണ്. പണമില്ല എന്നൊരു തോന്നൽ ഒരു കാരണവശാലും ഉണ്ടാവേണ്ട കാര്യമില്ല. നമുക്ക് പണം, എല്ലാ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും പണം ഉണ്ടാകാനുള്ള ഒരു അർഹതയുള്ള ആളുകളാണ്. അപ്പോൾ നമ്മളതിനെ, എനിക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പണത്തിന് അർഹനാണ്, എനിക്ക് പണം വേണം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അല്ലാതെ പണം ഇല്ല എന്നൊരു മൈൻഡ് സെറ്റിലിരിക്കാൻ പാടില്ല. നമുക്ക് ഒരു പുവർ മണി മൈൻഡ് സെറ്റാണ്. എന്ത് ചോദിച്ചാലും കടം, അല്ലെങ്കിൽ പണമില്ല എന്നുള്ളൊരു തോന്നലാണിത്. അങ്ങനെ മൈൻഡ് സെറ്റിലിരുന്നാൽ നമുക്ക് ഒരിക്കലും ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ അബണ്ടൻസ് ഓഫ് മണി, ധാരാളം പണം എന്ന ചിന്തയാണ് നമ്മളിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇത് എന്ത് ചിന്തയാണോ മനസ്സിലായിരുന്നത്, ഇന്ന് ഇല്ല എന്ന് തോന്നുന്നതിന് പകരം ഉണ്ട്, ധാരാളം ഉണ്ടെന്നൊരു ചിന്തയാണ് വരേണ്ടത്, പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യത്തിൽ. ഇതൊരു നിങ്ങൾ ചില കാര്യങ്ങളെ പുറത്ത് നിന്ന് കാണുക എന്നാണ്. നമുക്ക് പ്രശ്നത്തിനുള്ളിൽ നിന്നാൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ പ്രശ്നത്തിന് പുറത്തിറങ്ങി നിന്ന് ആ പ്രശ്നത്തെ കാണുന്നതാണ് നല്ലത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്റ്റാൻഡ് എടുക്കാൻ നമ്മൾ പഠിക്കണം. ചില കാര്യങ്ങളെ നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരിക്കലും അതിനൊരു സൊല്യൂഷൻ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്ത് നിന്നിട്ട് ആ പ്രശ്നത്തെ കാണാനായിട്ട് ശ്രമിച്ച് അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ്. കണ്ടില്ലേ, റൂമിനകത്ത് താക്കോൽ ഓടിയിരിപ്പുണ്ട്. താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾക്കുള്ള പ്രശ്നം എന്ത് തന്നെയായാലും നിങ്ങളിങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങളതിനെ പുറത്തിറങ്ങി നിന്ന് ആ പ്രശ്നത്തിലേക്ക് നോക്കുക, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുക. ഇല്ല എന്ന് വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പണം ആവശ്യമുണ്ട്, പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പണം നഷ്ടപ്പെടുന്നത് വേണമെങ്കിൽ നിങ്ങൾ റീപേയ്മെൻറ്റ് ചെയ്യുന്ന രൂപത്തിലായിരിക്കാം, പർച്ചേസ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിക്കുന്ന രൂപത്തിലായിരിക്കാം, വെറുതെ എങ്ങോട്ടെങ്കിലും വണ്ടി ഓട്ടം പോകുമ്പോൾ പെട്രോൾ അടിക്കുന്ന രൂപത്തിലായിരിക്കും. എങ്ങനെ വേണേലും ആകാം. നമുക്ക് മണി ലോസ് പല രീതിയിലാണ്. നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ തന്നെയാണ് നമുക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണം. മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊരു ശരിക്കൊരു നെഗറ്റീവ് കാർഡാണ് ഈ 5 എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ 5ഉം, 5 ഓഫ് പെൻറ്റക്കിൾ ആയാലും 5 ഓഫ് വാണ്ട് ആയാലും 5 ഓഫ് കപ്പ് ആയാലും 5 ഓഫ് സോഡ് ആയാലും ഒക്കെ ഒരു നെഗറ്റീവ് അതായത് അൺലക്കി 5 എന്നാണ് പറയുന്നത് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് ഈ 5. അപ്പോൾ ചോദിക്കും 5 ചേഞ്ച് വരുന്നു എന്നുള്ള അർത്ഥമല്ലേ? അത് 555 കാണുമ്പോഴാണ്. നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സിൽ 555 കണ്ടാൽ വെരി ഹാപ്പി ചേഞ്ചസ് കമ്മിങ് എന്നാണ്, ഒരു വലിയൊരു മാറ്റം വരുന്നു എന്നാണ് 555 കണ്ടാൽ. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത് ടാരോ കാർഡ്സിൽ 5 എന്ന് പറയുന്നത് അൺലക്കി 5 ആണ്. 5th കാർഡ്സ് എല്ലാം അൺലക്കിയാണ്. ദെൻ ക്വീൻ ഓഫ് വാൺസ് ആണ്. വളരെ ഉയർന്ന തീരുമാനങ്ങൾ എടുക്കുക, വളരെ ഉയർന്ന രീതിയിൽ ചിന്തിക്കുക, അതൊക്കെയാണ് ക്വീൻ ഓഫ് വാൺസ് പറയുന്നത്. നമ്മൾ ഒട്ടും സാധാരണ നിലയിൽ ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇന്ന് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളിന്ന് ഉയർന്ന ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും. ഹയർ എനർജിയാണ്, ഹയർ വൈബ്രേഷനാണ്. എന്താഗ്രഹിക്കുന്നോ അതിനെ ഏറ്റവും നല്ലതായിട്ട് ചിന്തിച്ച് ഒരു തീരുമാനം എടുത്ത് പ്രാവർത്തികമാക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ബോട്ടം വന്നിരിക്കുന്ന 5 ഓഫ് കപ്സ് ആണ്. ഇതെന്തോ ഒരു നഷ്ടബോധത്തിലിരിക്കുന്നു, പാസ്റ്റിൽ നഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യത്തിൽ നഷ്ടബോധത്തിലിരിക്കുന്നു എന്നാണ്. മേ ബി ഈ പേടിയൊക്കെ അതുകൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെ ഓർത്തിട്ട് പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള പേടിയാണ്.
പുതിയ ഒരു ആൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ പണ്ടുണ്ടായ അനുഭവം കൊണ്ട് അവർ പറ്റിക്കുമോ എന്നുള്ളൊരു ഭയമാണ്. കാരണം ഇവിടെ ഒരു 3 ഓഫ് കപ്പിൻ്റെ കാർഡുണ്ട്, ഫ്രണ്ട്ഷിപ്പിൻ്റെ കാർഡാണ്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് നിങ്ങൾ പോകുമ്പോൾ അവിടെ വീണ്ടും നിങ്ങൾ ബൗണ്ടറികൾ സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം മുൻപ് നിങ്ങളെ ഫ്രണ്ട്സ് ചതിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ രീതിയിലുള്ള അങ്ങനെയുള്ള ആളുകളാണോ ഈ പുതിയ ആളുകളെന്ന് നിങ്ങൾക്കൊരു ഭയം ഉണ്ടാവുക, മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ളൊരു ഭയം തോന്നുക. അത് മുമ്പിലത്തെ അനുഭവം കൊണ്ട് നിങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. കാരണം മുമ്പ് പാസ്റ്റിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. ഇതാണ് ഈ 5 ഓഫ് കപ്പ് പറയുന്നത്. പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതിനോർത്ത് ദുഃഖിച്ചിരിക്കുക എന്നാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്ന ഇടങ്ങളിലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്കും കിട്ടുന്നില്ല, നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല, ആളുകളെ വിശ്വാസമില്ല, ആ ഒരു എനർജിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല, ആളുകളെ അവരുടെ കോറിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനുശേഷം ഒരു തീരുമാനത്തിലെത്തുക, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.